government property. It's a GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a audit in Karnataka city regarding this how many of them? So the government. So because why did here only the pure? Why only the pure? है, करंट का बिल है, गैस का बिल है, सब है. നേരെ പാടിന് പഠിച്ച് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റും ഇവരുടെ കയ്യിൽ. ഇവർ ഈ പാർട്ടി പ്രവർത്തനവും പാർട്ടി ക്ലാസ്സുമായിട്ട് നടക്കുന്നതല്ലാതെ സാധാരണ ഒരു വ്യക്തിക്ക്, ഒരു വിദ്യാഭ്യാസം ഉള്ള ആൾക്കോ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കോ പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനായിട്ട് ഒത്തിരിയേറെ മാർഗങ്ങളുണ്ട്. അവ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് ഇവർക്കൊരു അവസരം കിട്ടുമ്പോൾ ഇവർക്ക് ആ ഒരു ഭാഷ സംസാരിക്കാൻ പറ്റാതെ വരുന്നത്. അവർ ആ സമയത്ത് അവരുടേതായിട്ടുള്ള ശക്തിയും ഇതുമെല്ലാം വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. വേറെ കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ അടുത്ത ആൾക്കാരെ എങ്ങനെയാ മറിച്ചിടാം, അടുത്ത ആൾക്കാർക്ക് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുമ്പോഴത്തേനും എല്ലാ സർവമാനമായുള്ള ലോകത്താകമാനം കിടക്കുന്ന മലയാളികളെയും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഈ സംസാരങ്ങളാണ് ഒരു പാർലമെന്റ് അംഗമായിട്ടുള്ള റഹീമിന്റെ വായിൽ നിന്ന് വരുന്നു പറയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തല കുനിക്കുക നമുക്ക് നിർവാഹമുള്ളൂ. അപ്പൊ ക്വാളിറ്റിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല മാർക്സിസ്റ്റ് പ്രസ്ഥാനം. അതിന്റെ റൂട്ട്സ് ആർ ഇൻ ദ ഒറിജിൻസ് ഓഫ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ വിവരം വിദ്യാഭ്യാസമുള്ള ആരും ഇല്ല എന്നൊരു സിനിമയ്ക്കകത്ത് ചോദിച്ചതുപോലെ തന്നെയുള്ള കാര്യമാണ് ഇവരുടെ സർവ്വ മേഖലയിലുള്ള ഇവരുടെ ഈ ഒരു അഴിമതിയും അവരുടെ ആ ഈ കള്ളത്തരങ്ങളും അങ്ങനെയൊക്കെ ഇവരെയാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയം, നമ്മളിപ്പം നമ്മുടെ കേരളത്തിലെ രാജ്യസഭാ MP A റഹീമിന്റെ പ്രസംഗമല്ല, അതിനു മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, പലതവണ അദ്ദേഹം മേയറിലായതാണ്. അയാളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം ആയിട്ട് ബന്ധപ്പെട്ട് കർണാടകയിൽ പോയി അവിടുത്തെ ഒരു കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പത്രപ്രവർത്തനോട്, പൊതുവെ ഈ സൗത്ത് ഇന്ത്യൻ തമിഴ് കന്നഡ തെലുങ്ക് പത്രപ്രവർത്തകരുടെ ഒക്കെ ഇംഗ്ലീഷ് തന്നെ മുഖ്യമുറിയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ റഹീമിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ കുറിച്ചല്ല നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ CPM അല്ലെ ഇടതുപക്ഷ പാർലമെന്ററിയൻസ് ആയിട്ടൊക്കെ പ്രധാനപ്പെട്ട അവരുടെ നേതാക്കളായിക്കോട്ടെ, ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില ഇംഗ്ലീഷ് പ്രസംഗങ്ങള്, അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഇംഗ്ലീഷിലുള്ള സംസാരം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3ാം ക്ലാസ്സിലെ കൊച്ചുങ്ങൾക്ക് പോലും ഉള്ള ബേസിക് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ പോലും പറയുന്ന, ഇന്നിപ്പോ നാട്ടിലുള്ള പിള്ളേരൊക്കെ അവർക്ക് മലയാളം അറിയത്തില്ല, അവർക്ക് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ. ഇവരൊക്കെ ഇത്രമാത്രം ഈ ഭാഷയിൽ യാതൊരുവിധ പരിജ്ഞാനവും ഇല്ലാതെ പോകുന്നതിന്റെ ഒരു കാരണം, രാജ്യസഭ MP ആയിട്ടുള്ള A റഹീം, അദ്ദേഹം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞയാളാണ്. അദ്ദേഹം ഇപ്പൊ റിസർച്ച് PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. LLB എന്ന് പറയുമ്പം അതിന്റെയൊക്കെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് മലയാളത്തിലല്ല, ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് തന്നെ പഠിച്ച് പരീക്ഷ എഴുതണം. അതിന്റെ അർത്ഥം ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഒറ്റ ആൻസറേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരൊന്നും നേരെ പാടിന് പഠിച്ച് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റും ഇവരുടെ കയ്യിൽ. ഇവർ ഈ പാർട്ടി പ്രവർത്തനവും പാർട്ടി ക്ലാസ്സുമായിട്ട് നടക്കുന്നതല്ലാതെ നമുക്കാണെങ്കിൽ 100 കണക്കിന് ഉദാഹരണം പറയാൻ പറ്റും. ഇന്ന് ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ കയറ്റി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെ വെച്ചിരിക്കുന്ന ഈ പാർട്ടി സഹാക്കന്മാരുടെ ഭാര്യമാര് തൊട്ട് എല്ലാവരും തന്നെ ഈ കള്ള സർട്ടിഫിക്കറ്റ് ഇവരുടെ യൂണിയനിലുള്ള ആൾക്കാർ യൂണിവേഴ്സിറ്റികളിലുണ്ട്. അവരൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് പരിപാടികൾ നടത്തി ഇവർ ആ നിലയിൽ വന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നമ്മൾ ആ പ്രസംഗത്തിന്റെ ഇത് എടുക്കണ്ട. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് പോലും ഇല്ലാത്ത ആൾക്കാർ ഇത്ര വിദ്യാഭ്യാസം വരുകയാണെങ്കിൽ ഇവരുടെ കോമ്പിറ്റൻസി എവിടെയാണ്? നമ്മൾ പറയില്ല, നമ്മൾ പുറത്തൊക്കെ പോയി നമ്മളുമൊക്കെ ഈ രീതിയിലൊക്കെ സംസാരിച്ച് തന്നെ ഇവിടെ വന്ന് ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മളൊക്കെ മലയാള മീഡിയത്തിൽ വളരെ കുറച്ച് സമയമൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരുണ്ടായിരിക്കും. നമ്മളെല്ലാവരും ഈ രാജ്യത്ത് വന്ന് നമ്മൾ ഇവരുമൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ രീതിയിലൊക്കെ നമുക്ക് ആകാൻ പറ്റുമ്പം നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് ഇവർക്ക് ആകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ സർട്ടിഫിക്കറ്റുകളും ഇവർ നേടിയിട്ടുള്ള ഡിഗ്രികളും മുഴുവൻ വ്യാജമാണ്. ആ വ്യാജമായിട്ടുള്ള
സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് ഇവർക്കൊരു അവസരം കിട്ടുമ്പോൾ ഇവർക്ക് ആ ഒരു ഭാഷ സംസാരിക്കാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയും ഇപ്പം ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പൊ ഈ കെ കരുണാകരന്റെ രാജ്യസഭയിലെ പാർലമെന്റിലെ ഒരു പ്രസംഗം കാണിക്കാം. അദ്ദേഹം 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ വിദ്യാഭ്യാസം ഉള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എത്ര ഒഴുക്കോട് കൂടിയാണ് അദ്ദേഹം സംസാരിക്കണേ. അദ്ദേഹത്തിന് എന്ത് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്? വിദ്യാഭ്യാസമല്ല അദ്ദേഹത്തിന്റെ. അപ്പം ഈ ഒരു ഇംഗ്ലീഷ് ഭാഷ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഈ ഭാഷയിലുള്ള, കാരണം നമ്മൾ പറയുന്ന ഗ്രാമറൊക്കെ തെറ്റിപ്പോവായിരിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഗ്രാമർ നോക്കി പറയണ കാര്യമല്ല. കാര്യങ്ങൾ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റണം. അതുപോലും കൺവേ ചെയ്യാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ വളരെ വികൃതമായിട്ടുള്ള, മലയാളികളെ മൊത്തം നാണം കെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ വിവരം വിദ്യാഭ്യാസമുള്ള ആരും ഇല്ല എന്നൊരു സിനിമയ്ക്കകത്ത് ചോദിച്ചതുപോലെ തന്നെയുള്ള കാര്യമാണ്. ഇവരുടെ സർവ മേഖലയിലുള്ള ഇവരുടെ ഈ ഒരു അഴിമതിയും അവരുടെ ഈ കള്ളത്തരങ്ങളും അങ്ങനെയൊക്കെ ഇവരെയാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ കൂടെ നിൽക്കുന്ന, അവരുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാര് യാതൊരുവിധ ക്വാളിറ്റി ഇല്ല. നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ ഈ കേരളം പുറകോട്ടടിച്ച് പണ്ട് നമ്മൾ 1-2 വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഈ പുരോഗതിയെ, നമ്മുടെ ആ മലയാളി കമ്മ്യൂണിറ്റിയുടെ ആ എഡ്യൂക്കേഷനും ആ കൾച്ചറും അതിനെ എല്ലാം തകർത്ത് നാശമാക്കിയതിൽ ഈ പാർട്ടിക്ക് ഒരു വലിയ പങ്കുണ്ട്. അവരുടെ ആ വിദ്യാഭ്യാസ നയത്തില്, അവരുടെ വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പരീക്ഷയ്ക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ജിൻസി, ഇത് ഭാഷയുടെ ഒരു പ്രശ്നമല്ല ഇത്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലാംഗ്വേജ് മാത്രമാണ്. അതൊരു നോളജോ അങ്ങനെയൊന്നും അല്ല. സാധാരണ നമ്മുടെ മലയാളം പോലെയോ തമിഴ് പോലെയോ തെലുങ്ക് പോലെയോ തന്നെ അനദർ ലാംഗ്വേജ് ആണ്. പക്ഷെ ഇംഗ്ലീഷിന് ഒരു വേറൊരു ഇമ്പോർട്ടന്റ് ഉള്ളത് വന്നിട്ട്, ഇംഗ്ലീഷിനെ നമ്മളൊരു കോമൺ ലാംഗ്വേജ് ആയിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ഒരു ബ്രിഡ്ജ് ലാംഗ്വേജ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതായത് ഗ്ലോബലി അതിനെ പറയപ്പെടുന്നുണ്ട് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടും, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ലാംഗ്വേജ്, അങ്ങനെ കുറെ പിന്നെ പേരുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് സ്പെഷ്യലി കൊടുക്കുന്നുണ്ട്. ഈ ലാംഗ്വേജ് ഇന്നത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തില് സാധാരണ ഒരു വ്യക്തിക്ക്, ഒരു വിദ്യാഭ്യാസം ഉള്ള ആൾക്കോ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കോ പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനായിട്ട് ഒത്തിരിയേറെ മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒരു വിഷയം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുമ്പോഴത്തേനും അത് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ സ്ഥാനത്തെ ഉപരി ഒരു അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ. അദ്ദേഹം PG ചെയ്തിട്ടുണ്ട്, LLB പാസ്സായിട്ടുണ്ട്, ഇപ്പോ ഡോക്ടറേറ്റിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയധികം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരാൾക്ക് അദ്ദേഹം എന്ത് തെറ്റ് വരുത്തി എന്നുള്ളതിനേക്കാൾ ഏറെ ആയിട്ട് അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനുള്ള ആ ഒരു പിന്നെ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനത്തെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ്. രണ്ടാമത്, ഇതിൽ വരുന്ന ചോദ്യം ജനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങളിൽ ആ ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ് ഇപ്പോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളില് ഇവർക്ക് കിട്ടിയിരിക്കുന്ന എന്താ പറയുക, ഈ ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ യാഥാർത്ഥ്യമുള്ളതാണോ, അല്ലെങ്കിൽ ഇവര് പഠിച്ചു നേടിയതാണോ, ആരെങ്കിലും ഇവർക്ക് വേണ്ടി പോയി എഴുതിയതാണോ, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് കിട്ടിയതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊക്കെ പഠിച്ച സമയത്ത് പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾക്ക് ഇംഗ്ലീഷാണ് ലെക്ചർ പറയുന്നത്. പക്ഷെ നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റുള്ള സബ്ജക്റ്റുകൾ ഈ മലയാളത്തിൽ എഴുതാനുള്ള, ഇപ്പൊ ഹിസ്റ്ററി ആയാലും എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഒക്കെ മലയാളത്തിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു. കുട്ടികൾ മലയാളം മീഡിയത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, എങ്ങനെയെങ്കിലും പാസ്സാകാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. നമുക്ക് അവിടെ നിന്ന് ആ സമയത്തൊക്കെ എവിടെ നിന്നിട്ട് ഇംഗ്ലീഷ് പഠിച്ചത് മനസ്സിലൊന്നും ഇരിക്കത്തില്ലല്ലോ. എങ്ങനെയെങ്കിലും പാസ്സാകാനായിട്ട് നമ്മൾ മലയാളം ആണെങ്കിൽ മലയാളം, മംഗ്ലീഷ് ആണെങ്കിൽ മംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലായിരുന്നു. സോ
ഇവർ ഇത്രയും വർഷമായിട്ട് പൊളിറ്റിക്സിൽ നിൽക്കുമ്പോഴത്തേനും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, ഒരു ലീഡർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അത് രണ്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഇവർക്ക് പറയാനുള്ളത് ഒരു സമൂഹത്തിന് മനസ്സിലാകുക, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് ഇവർക്ക് മനസ്സിലാകുക, ഇയാളുടെ തലയിൽ ഉദിച്ചു വരുന്ന സാധനം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രിഡ്ജാണല്ലോ ഇത്. അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ഒരു സാധനം വേണോ എന്നുള്ളത് ബോധ്യമില്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇനിയിപ്പോ എത്ര തന്നെ അതിനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അതൊരു മിസ്റ്റേക്ക്, ഒരു പിഴവ് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ കാണേണ്ടത്, എന്റെ ഭാഗത്തു നിന്ന് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് ഒന്നും അല്ല. ഇംഗ്ലീഷിലൊന്നും നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല. നമ്മൾ ഇവിടെ വന്ന് ഇവരുടെ കൂടെ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മള് പഠിച്ചെടുത്ത ഇംഗ്ലീഷാണ് നമ്മുടെ കയ്യിലുള്ളത്. കാരണം നമ്മൾ പഠിച്ചെടുത്ത് നമ്മൾ ഇവരുടെ കൂടെ നിന്ന് പറഞ്ഞു നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചവിട്ടി താഴെ ഇടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒന്ന്, ഇവർ പറയുന്നത് ഓരോ സ്റ്റേറ്റിനും ഓരോ സ്ഥലത്തിനും അവരുടേതായിട്ടുള്ള സ്ലാങ് ഉണ്ട്, ഒരു ഇതുണ്ട്, നമുക്ക് മനസ്സിലാവില്ല. ചിലതൊന്നും അവർ പറയുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാവത്തില്ല. അവരുടെ ഒപ്പം നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചേ പറ്റത്തുള്ളൂ. ആ പഠിച്ച് നമ്മൾ തിരിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഓരോ ജോലി സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് അവർ പറയുന്നത് മനസ്സിലാവത്തില്ല, നമുക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ജോലിക്കൊക്കെ അത് പ്രശ്നമാവും എന്നുള്ളത് ഉറപ്പാണ്. സോ നമ്മളത് പഠിച്ച് നമ്മൾ എടുക്കുന്ന എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്കുള്ള ഒരു ശക്തി തന്നെയാണ്. അത് അവർക്ക് അത് എന്താ പറയാ, അവിടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പഠിച്ചെടുക്കുക എന്നുള്ളത്, അത് വിജയിക്കുക എന്നുള്ളത്. ഇവർക്കൊക്കെ എന്തുകൊണ്ട് അത് പ്രായക്തമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവർ ആ സമയത്ത് അവരുടേതായിട്ടുള്ള ശക്തിയും ഇതുമെല്ലാം വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. വേറെ കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ അടുത്ത ആൾക്കാരെ എങ്ങനെയാ മറിച്ചിടാം, അടുത്ത ആൾക്കാർക്ക് എങ്ങനെ പണി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുമ്പോഴത്തേനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് പിഴവ് തന്നെയാണ്. ആ പിഴവ് നികത്തേണ്ടത് ഇനിയെങ്കിലും അതിനുള്ള അവസരങ്ങൾ എടുക്കണമെന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് ജിൻസിനോട് ഇപ്പൊ ജിൻസ് LLB ഒക്കെ കഴിഞ്ഞതാണ്, ജിൻസ് ബാംഗ്ലൂർ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ വിൻസെന്റ് ചേട്ടനായാലും അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതായിരിക്കും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ LLBക്ക് ഞാനിപ്പോ പ്രീ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞതുപോലെ LLBക്ക് മലയാളത്തിൽ എഴുതാവോ? അപ്പൊ പിന്നെ എങ്ങനെയാ LLB പാസ്സായത്? LLBക്ക് നമ്മുടെ കേരളത്തില് മലയാളത്തിൽ LLBയുടെ സിലബസ് ഇംഗ്ലീഷിൽ തന്നെയാണ്. മലയാളം ഇപ്പം ഈ മലയാളം സാധാരണ ഈ നിയമങ്ങളൊക്കെ ഇപ്പൊ പറയാണ്, ഇതിന്റെയൊക്കെ മലയാളം ബുക്കുകൾ കിട്ടും. അത് നമുക്ക് മനസ്സിലാക്കുന്നതിലേക്കായിട്ട് ഇപ്പം നേരെ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ നിയമത്തിന്റെ ഒക്കെ ഒരു ഇത് കിട്ടാനായിട്ട് പരീക്ഷ എഴുതുന്നത് മുഴുവൻ ഇതാണ്. ചില ഇപ്പം നോർത്ത് ഇന്ത്യയില് അല്ലെങ്കിൽ ഇപ്പൊ കർണാടകയിലൊക്കെ ഈ കന്നഡ ഭാഷയിലും ഹിന്ദിയിലും ഒക്കെ പരീക്ഷ എഴുതാവുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും. പക്ഷെ ഇംഗ്ലീഷിലും എഴുതാം, അവരുടെ ആ ഭാഷയിലും എഴുതാം. മലയാളത്തിൽ ഇപ്പൊ വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ മുൻകാലങ്ങളിൽ ഇതുണ്ടായിരുന്നില്ല. പക്ഷെ പരീക്ഷ ചോദിച്ച ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. ഇതെല്ലാം കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇവര് അനർഹമായിട്ട് നേടിയെടുത്ത ഡിഗ്രികളും വ്യാജ സർട്ടിഫിക്കറ്റുകളുമാണ് ഇവരുടെ കയ്യിലുള്ളത്. അത് ഇവരുടെ ക്വാളിറ്റി. ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാർ നമ്മളെ ഭരിക്കുമ്പം അവർക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പം ജേക്കബ് ഇങ്ങനെ ഈ അനുഭവങ്ങളുണ്ടോ? ഈ പാർട്ടി ജേക്കബ് ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പൊതുവെ നമ്മൾക്ക് ഉള്ളൊരു ദുഷ്പേര് എന്താണെന്ന് വെച്ചാല്, അവർ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നുള്ളൊരു ദുഷ്പേര് പൊതുവെ ധരിച്ചു. നമ്മുടെ ഒരു പൊതു സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയൊക്കെ അങ്ങനെയാണ്. പല രാഷ്ട്രീയക്കാരും ഉണ്ടാകും, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടുതലായിട്ട്. പക്ഷെ ഇവിടെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അപ്പുറമായിട്ട് ഇവിടെ ഭാഷയെ കൊലപാതകം ചെയ്യുകയാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്കിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉന്നത നേതാക്കൾ, അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരെ ഐ ടേക്ക് മൈ ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അങ്ങനെയുള്ള ഇംഗ്ലീഷാണ് പറയുന്നത്. അപ്പൊ ഇന്നിപ്പോ ഈ റഹീമിന്റെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഈ ചിരിക്കണോ കരയണോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ എന്താ പറയുന്നത്, അതിനകത്ത് ഗവൺമെന്റ് കർണാടക എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിന് വഴങ്ങി. അദ്ദേഹം അത് ഈ കർണാടക എന്തൊക്കെയാണ് പറയുന്നത്. കാരണം അത്ര പോലും അദ്ദേഹം എന്താ പറയുക, ഒരു മലയാളി സായിപ്പായിട്ട് അഭിനയിക്കുകയാണ്. തനിക്ക് വഴങ്ങുന്ന ഭാഷയിൽ മാത്രം സംസാരിച്ച എന്താണ് ഈ പ്രശ്നം? എന്തിനാണ് ഇത്രയധികം ഒരു ഈ അണികൾക്ക് ഈ നമ്മുടെ പണ്ട് എന്താ പറയുക, ഈ സന്ദേശം എന്ന ഒരു സിനിമയുടെ കാതലായ വിഷയം പ്രസക്തി നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ഇടതുപക്ഷ സഹയാത്രികനായ ശ്രീനിവാസനായിട്ട് പോലും അതിനകത്തെ ഇടതുപക്ഷക്കാരന്റെ ആ ഒരു റോൾ അഭിനയിച്ച് എത്ര ഭംഗികരമായിട്ടാണ് അദ്ദേഹം ആ ഒരു റോള് ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ പാർട്ടിയിലെ വിവരം വിദ്യാഭ്യാസമുള്ള ആരും തന്നെ ഇല്ല എന്നാണ് ഒരു ചോദ്യമാണത് ചോദിച്ചു വെക്കുന്നത്. ഈ പ്രബുദ്ധ കേരളത്തിലെ
എന്ന് നമ്മൾ അല്ലെങ്കിൽ സാക്ഷരതയിൽ നമ്പർ 1 എന്ന് പറയുന്ന ഈ കേരളത്തിലെ എല്ലാ സർവമാനമായുള്ള ലോകത്താകമാനം കിടക്കുന്ന മലയാളികളെയും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഈ സംസാരങ്ങളാണ് ഒരു പാർലമെന്റ് അംഗമായിട്ടുള്ള റഹീമിന്റെ വായിൽ നിന്ന് വരുന്നു പറയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തല കുനിക്കുക നമുക്ക് നിർവാഹമുള്ളൂ. ഇതാണ് നമ്മളുടെ ഈ ഒരു പിന്നാമ്പുറം അല്ലെങ്കിൽ പിന്നാമ്പുറത്തോടെ ഉള്ള ഒരു ഈ സുളിവിലുള്ള ഒരു ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഡോക്ടറേറ്റും LLB ഒക്കെയാണ് പാർട്ടി വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ ഇത് മേടിച്ചു കൂട്ടാനും ഇതുപോലെയുള്ള വിഡിത്തരങ്ങൾ ഈ മീഡിയയ്ക്ക് മുമ്പിൽ ഇത്രയും നാളും നമ്മൾ ഈ ചാനലിലുള്ള ദുരന്തം മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ മീഡിയയിലും കൂടെ നമുക്ക് ഈ ദുരന്തം സഹിക്കേണ്ടി വരികയാണ്. മൈക്രോഫോണിന്റെ മുന്നിൽ കൂടെ ഈ ലോകം മുഴുവൻ ഈ ഒരു ദുരന്തം ആയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു ദുരന്തം പോകുന്നത് തന്നെ നമ്മുടെ മലയാളി കൾച്ചർ അല്ലെങ്കിൽ മലയാള സംസ്കാരത്തിന് അല്ലെങ്കിൽ മലയാളി അവമാനിക്കുകയാണ്. നമ്മളെല്ലാം ഒരു ഭാഷാ വിദഗ്ധര ഭാഷയിൽ അധികമായ നൈപുണ്യം കൈക്കൊണ്ടവരൊന്നും അല്ല. പക്ഷേ ഇത് ആരെങ്കിലും പലയിടത്തും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അത് പ്രത്യേകിച്ച് മലയാളീസ് ഒരു മലയാളി അതായത് ഒരു പാർലമെന്റ് അംഗം എന്ന് പറയുന്നത് വെച്ചാല് അങ്ങേയറ്റം ലജ്ജാവഹം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നിരവധിയായിട്ടുള്ളത് 1, 2, 3, 4 ഒന്നും അല്ലത് തുടർമാനമായിട്ട് ഇതിങ്ങനെ കാണുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെ കോൺഗ്രസിലോ അല്ലെങ്കിൽ BJPയിലോ ഇല്ല എന്നല്ല പറയണേ. പക്ഷെ അതിനെല്ലാം തുലവും വ്യത്യസ്തമായിട്ട് ഇതിൽ ഒരു എന്താ പറയാ ഒരു ഈ മഴവെള്ള പാച്ചില് പോലെ മഹാപ്രളയം പോലെ ഈ ഒരു എന്താ പറയുക നമ്മളെ ഈ 2018 ഇവിടെ മഹാമാരി ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇങ്ങനെ ഒരു വിവരക്കേടും അല്ലെങ്കിൽ ഇതുപോലൊക്കെ സ്റ്റുപ്പിഡിറ്റി വിളമ്പുന്നതിൽ ഇടതുപക്ഷത്തിന്റെ ഈ സംഭാവന വളരെ വിപുലമാണ്. അവരത് ഈവൻ പാർട്ടി സെക്രട്ടറിക്ക് പോലും എന്താ പറയുക ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ പിന്നെ അണികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം സോറി ജേക്കബ്, അദ്ദേഹം അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്റെ ഭാഷയുടെ കാര്യത്തില് അല്ല, ഭാഷ കുറച്ച് ഇതായിട്ടുണ്ടാകാം, പക്ഷെ എന്നാലും ഇതിനേക്കാളും വളരെ ഗംഭീരമായി ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ മറ്റ് പാർട്ടികൾ എതിർ പാർട്ടികളുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തികളെക്കാളും ഏറെ നന്നായിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ MP എന്നുള്ള ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരെക്കാൾ ഏറെ നന്നായി ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോറി, MP എന്നുള്ള നിലയിലല്ല, ഒരു ലോക്കൽ സെക്രട്ടറി ചെയ്യേണ്ട പണി പോലും ഇവരാരും ഈ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന അതിനെ ന്യായീകരിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു എന്താ പറയാ ഒരു പിഴവിനെ അംഗീകരിക്കുക എന്നുള്ളത്, അത് നമ്മളിപ്പോ ഒരു അക്സെപ്റ്റൻസ് എന്നുള്ളതുണ്ട്. ഇവിടെ നമ്മളിപ്പോ എല്ലാരും നമ്മൾ ഇവിടെ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുമ്പോഴും അക്സെപ്റ്റൻസ് എന്നുള്ളതുണ്ട്. നമ്മൾ ഒരു അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. ഈ പിഴവുകൾ പലതവണ പാർലമെന്റിൽ പോലും വളരെ മോശമായ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, ഇവരുടെ ഈ ഭാഷാ വൈദഗ്ധ്യമൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഇവരെ പോലെയുള്ള നേതാക്കന്മാർ നമ്മളൊരു ഒരു 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 സ്റ്റേറ്റിനെ ഭരണ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഐഡിയാസ്, ഇവർക്കുണ്ടാകുന്ന ഇവരുടെ വിദ്യാഭ്യാസമാണല്ലോ ഇവരെ ഒരു സമൂഹത്തെ ലീഡ് ചെയ്യാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഒരു വിഷണറി ആയിട്ടുള്ള നേതാവായിട്ട് ഒക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയും, നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തില് ഇപ്പം കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അങ്ങനെ 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ്. പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. മൊത്തം 5 യൂണിവേഴ്സിറ്റി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ പല യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഈ ഇടതുപക്ഷ യൂണിയനുകളുണ്ട്. ഈ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ഇവരൊന്നും യാതൊരു വിധത്തിലുള്ള ഈ നശീകരണ ബുദ്ധി മാത്രമാണല്ലോ ഇവർക്കുള്ളത്. പക്ഷെ ഇവർ റിസൾട്ട് വരുമ്പോൾ ഇവരെല്ലാം നല്ല രീതിയിൽ ഇവർക്ക് റിസൾട്ട്. നമ്മളൊക്കെ ഇത് ഇപ്പൊ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതാക്കന്മാരാരും ഈ പറഞ്ഞ അന്ന് ഈ മാർക്ക് എൻട്രി ചെയ്യുന്നത് പെൻസിലാണ്. മാർക്ക്, അതായത് പരീക്ഷാ പേപ്പറിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് എൻട്രി ചെയ്യുന്നത് ഇപ്പൊ ഇത് വ്യാപകമായി അന്നത്തെ കാലഘട്ടത്തിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറപ്ഷൻ എല്ലാ സഖാക്കന്മാരും, അതായത് രാഷ്ട്രീയം കളിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയനിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്കാണ്. ഇവരെല്ലാം LLBക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ കിട്ടുന്ന നല്ല അഡ്മിഷൻ മേടിച്ചു പോകുന്നു. ആ പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കറപ്ഷനാണ്. അവിടെ ഒന്നും മറ്റുള്ള പാർട്ടിക്കാർക്കൊന്നും പിടിച്ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും നമ്മളൊക്കെ ആ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, അതായത് പൊതുവെ കറപ്ഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണെന്ന് പറയപ്പെടുന്നത്. അവിടെ ഈ പറഞ്ഞ സംഘടിതമായ ഇവരുടെ ഈ ട്രേഡ് യൂണിയൻ ആൾക്കാരൊക്കെയാണ് ഇത് ഇങ്ങനെയുള്ള ഈ നടത്തിക്കൊണ്ട്. ഇപ്പൊ വാഴക്കൊല തീസിസ് എഴുതിയ നിങ്ങൾ 100 കണക്കിന് നേതാക്കന്മാരില്ല. ഇവര് നമ്മളീ പറഞ്ഞ തമാശക്ക് ശ്രീനിവാസൻ എത്ര ആ ഒരു കാലഘട്ടത്തിൽ എത്ര ഇതോടുകൂടിയാണ് ഇങ്ങനെ ആ സിനിമയ്ക്കകത്ത് ഇറക്കിയത്. നമ്മുടെ പാർട്ടിക്കകത്ത് വിവരമുള്ള ആരും ഇല്ലേ എന്ന് ചോദിച്ചാൽ എത്ര കറക്റ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഇവരുടെ കാഴ്ചപ്പാടില് 4ാം ക്ലാസ്സും ഗുസ്തിയും, അതായത് ഇവര് സ്ട്രീറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ്
നമ്മുടെ ഈ രാജ്യം ഭരിക്കേണ്ടത്, അതിനുള്ള ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള ഇവരുടെ സംഘടിത ശക്തി കൊണ്ട് ഇവർ നേടുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ഏതൊക്കെ ലെവലിൽ പോകേണ്ട ഒരു സംസ്ഥാനമായിരുന്നു, അതെല്ലാം ഈ രീതിയിൽ പുറകോട്ട് പിടിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. വിജയേട്ടൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അനുഭവം. അല്ല, ഞാനിപ്പം ഒരു ഭാഷയുടെ പേരിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ടെക്നോളജിക്കലായിട്ടുള്ള പല ഏരിയകളിലും കണ്ടിട്ടുണ്ട്, വളരെ സംസാരിക്കാനായിട്ട് വളരെ കഴിവ് കുറവുള്ള ആൾക്കാരെ. അപ്പോൾ അതുപോലെ തന്നെ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാലും ഇപ്പം ഞാൻ ഇലക്ഷൻ നിന്നപ്പോൾ, ഐ എം ജസ്റ്റ് ഗിവിംഗ് എൻ എക്സാമ്പിൾ, ഇറ്റ് ഈസ് നോട്ട് റിയലി എ ലാംഗ്വേജ് ഇഷ്യൂ ബട്ട് എൻ ആക്സെന്റ് ഇഷ്യൂ, ബട്ട് ജസ്റ്റ് ഫോർ യു ടു ഹാവ് എൻ ഐഡിയ. ഞാൻ സ്കൂൾ ബോർഡിൽ ഇലക്ഷൻ നിന്നപ്പം ഒരു പ്രാവശ്യം ഞാൻ സ്പീച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അമ്മാമ, ഒരു 80-85 വയസ്സുള്ള ഒരു വെളുമ്പി സ്ത്രീ, ഞങ്ങളുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ആക്റ്റീവ് ലേഡി, $200 ചെക്ക് എഴുതി എനിക്ക് ഇവിടെ തന്നിട്ട് പറയുവാണ്, വിൻസെന്റ്, യു ആർ ഗുഡ്, യു ആർ സോ ഗുഡ്, ഐ ഹോപ്പ് യു വിൻ എന്ന് പറഞ്ഞ് എനിക്ക് ചെക്ക് തന്നിട്ട് അവർ പറയുവാണ്, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എവറിഥിങ് യു സാഡ് ബട്ട് ഐ നോ യു വിൽ സേ ഓൺലി ഗുഡ് തിങ്സ്. ഷീ വാസ് ജസ്റ്റ് ടെല്ലിങ് മീ. അപ്പം അവരുടെ മെയിൻ പ്രശ്നം ഈസ് ആക്സെന്റ്. ഷീ ഈസ് 84 years old. She hasn't spoken with international. She doesn't know. So basically, according to the age group, a lot of white American people will not understand what I am saying because I am completely coming from India, Malayalam medium schools and all of that. So basically, ഭാഷയുടെ പേരിൽ ഒരാളെ വിലയിരുത്തുന്നത്, പ്രത്യേകിച്ചും ഈ റഹീം എന്ന് പറയുന്ന ഒരാളെ എനിക്ക് യാതൊരു രീതിയിൽ പരിചയമുള്ള ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഷയുടെ പേരിൽ ഒരു ലീഡറെ വിലയിരുത്താമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ കണ്ടുപിടിച്ച ഉത്തരങ്ങൾ ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുത്തു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ, വളരെ കുറച്ച് പേരുകൾ ഞാനെന്ന് പറയാം. ലാൽ ബഹദൂർ ശാസ്ത്രി, വളരെ പ്രമുഖനായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യനെ സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിൽ നിന്നും വെസ്റ്റിലേക്ക് നമ്മൾ ഒരു ഓപ്പൺ ആയി ഉണ്ടാവണം എന്ന് പറയുകയും പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ പുള്ളി മരിക്കുകയും താഷ്കെൻഡിൽ റഷ്യയിൽ വെച്ച് മരിക്കുകയും ഇന്ദിരാഗാന്ധി അതിനുശേഷം പ്രൈം മിനിസ്റ്റർ ആവുകയും ചെയ്ത ലാൽ ബഹദൂർ ശാസ്ത്രി, ഹി വാസ് നോട്ട് അറ്റ് ഓൾ പ്രൊഫഷണൽ ഇൻ ഇംഗ്ലീഷ്. Kamaraj, the Tamilian leader, kingmaker, a huge leader. He was a big failure in English. Mulayam Singh Yadav, Lalu Prasad Yadav, H.T. Devagowda, Rabri Devi, Mayavadi. All these are recent Indian examples of not being very good in English. So being good in English should not be a criteria to become a good political leader. പക്ഷെ ഞാൻ ആ ഒരു പോയിന്റിനല്ല, ഞാൻ ഇതിനകത്ത് വേറൊരു വശം, നമ്മൾ കാണാത്ത വേറൊരു വശത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ ഈ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവത്തിന്, ഇപ്പൊ സോഷ്യലിസം എന്ന് പറയുന്ന പ്രസ്ഥാനം, ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ, ഞാനിപ്പോ ഒരു അമേരിക്കനാണ്, അമേരിക്കൻ സിറ്റിസൺ ആയിട്ട് ഇവിടെ പൊളിറ്റിക്സിലൊക്കെ ഇൻവോൾവ് ആണ്, നമ്മുടെ പിള്ളേർ ഇവിടെ ജീവിക്കുന്നു. അപ്പൊ ഞാൻ ഇനി അത് മിക്കവാറും നമ്മളിപ്പോ ഒരു അമേരിക്കനായിട്ട് നമ്മൾ മരിക്കും. അപ്പൊ ഈ രാജ്യം, ഈ ഇന്ത്യയിലും ഇന്ത്യൻ സോഷ്യലിസത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഈ രാജ്യത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു വ്യൂ പോയിന്റിൽ ഞാൻ ഇതിനെ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, മാർക്സിസം, socialism as a philosophy always wanted to side with mediocrity. They never liked excellence. ഇപ്പൊ നമ്മളിപ്പം കലാരൂപങ്ങൾ എടുക്കുക, ഇപ്പൊ നല്ല ഭരതനാട്യം, നല്ല ക്ലാസിക്കൽ മ്യൂസിക്, ഇതിനൊന്നും അല്ല അവര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് തെരുവ് നാടകങ്ങളെയും നമ്മുടെ വേഡൻ ടൈപ്പ് മ്യൂസിക്കിനെയൊക്കെയാണ് ഇപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്വാളിറ്റിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല മാർക്സിസ്റ്റ് പ്രസ്ഥാനം. അതിന്റെ റൂട്ട്സ് ആർ ഇൻ ദ ഒറിജിൻസ് ഓഫ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം. ഇഫ് യു ലുക്ക് Karl Marx, Engels times in the 1800s when they wrote the Marxist philosophy, abolition of class distinctions by flattening outcomes. ഇതൊരു the Communist Manifesto ഒരു ചാപ്റ്റർ ആണ്. അതായത് മാർക്സിസം, ഞാനതൊരു കീ കോട്ടാണ്, ആ ബുക്കിൽ നിന്നുള്ളൊരു കോട്ടാണ്. The working men have no country. The proletariat must rise and abolish all distinctions, any type of distinctions. ഇതൊരു മാർക്സിസ്റ്റ് ഫിലോസഫിയാണ്. മാർക്സിസം ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇനക്വാലിറ്റി കോസ്ഡ് ബൈ ഇൻഹെറിറ്റഡ് പ്രിവിലേജ്, അതായത് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ജിൻസ്മോൻ വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടി വേഴ്സസ് ജിൻസ്മോൻ ഹാർഡ് വർക്ക് ചെയ്ത് ജിൻസ്മോന്റെ സ്കില്ലിൽ നിന്നോ ആർട്ടിൽ നിന്നോ എഫർട്ടിൽ നിന്നോ ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടി. മാർക്സിസം നെവർ ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ദ ടു. If you have money, if you have some level of influence, if you have some skill, you are a bourgeois. That is the Marxist thinking. And equal outcome over equal opportunity. Because എല്ലാം ഓപ്പർച്യൂണിറ്റി സെയിം ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഈക്വൽ ഔട്ട്കം പ്രതീക്ഷിക്കുന്നത് ഒരു പൊട്ടത്തരമാണ്. നമ്മളുടെയൊക്കെ കോമൺ സെൻസിൽ നമുക്കറിയാം,
കഴിവുള്ള ആൾക്കാർ കൂടുതൽ ഔട്ട്കം ഉണ്ടാക്കും, അവർ കൂടുതൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ അവർ കൂടുതൽ ഉപയോഗിച്ച് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കും. പക്ഷേ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും ഈക്വൽ ഔട്ട്കം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഫിലോസഫിയാണ് സോഷ്യലിസം. അതാണ് നിങ്ങളുടെ ന്യൂയോർക്കിലെ മമതാനി പ്രോത്സാഹിപ്പിക്കുന്ന സോഷ്യലിസം, മമതാനി പറയുന്ന സോഷ്യലിസം. അപ്പൊ ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ദാറ്റ് യു ഷുഡ് നോട്ട് ഇത്തരം ഈ ഇന്ത്യയിലെ ഇപ്പം റഹീമിനെ പോലത്തെ ആൾക്കാരെ ഉണ്ടാക്കിയ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ, നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മുടെ പുതിയ നാട്ടിൽ വേര് പിടിക്കാൻ അലൗ ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് their philosophy. They never believe in meritocracy. The division of labor gives rise to different forms of property and exploitation. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനമായിട്ട് ഒരു ജോലിക്ക് കൂടുതൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ then Marxist party or Marxist പ്രസ്ഥാനം is always immediately against it. That there should not be no respect based on the type of profession. ശമ്പളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു റെസ്പെക്ടിന്റെ ആവശ്യം സൊസൈറ്റിയിൽ ഇല്ല. അങ്ങനെയാണ് നമ്മുടെ ഈ കേരള സൊസൈറ്റി ഇത്ര അൺഗ്രൗണ്ടഡ് ആയി പോയത്. നിങ്ങൾ സാറാണെങ്കിൽ ഞാൻ എന്തിനാ, എനിക്കെന്താ, എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും. നിങ്ങൾ പുരോഹിതരാണെങ്കിൽ എനിക്കെന്താ, ഞാൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും, എന്താ കുഴപ്പം? നിങ്ങൾ ആരാണെങ്കിലും എനിക്കെന്താ, ആ ഒരു മെന്റാലിറ്റി, അതായത് ടോട്ടലി അൺഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആ ഒരു കേരള സൊസൈറ്റിനെ ഉണ്ടാക്കിയതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട്. അത് അവരുടെ പാർട്ടിയുടെ വളരെ ബേസിക് ടെനറ്റ്സിൽ നിന്ന് തന്നെ വരുന്നതാണത്. അവരാരും കണ്ടുപിടിച്ചതല്ല ഈ ഗുണ്ടായിസവും സാധനങ്ങളും. The bourgeoisie has drowned the most heavenly ecstasies of religious fervor, of chivalrous enthusiasm, of Philistine sentimentalism in the icy water of egotistical calculation. ഇത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നുള്ളതാണ്. The implication, what bourgeoisie calls excellence in art, science, education, it is all dismissed as class-based propaganda, serving elite interests. The Marxist path is to replace quality with ideological conformity. Replace quality with ideological conformity. ഇതെല്ലാം കാൾ മാർക്സിന്റെയും ഫ്രെഡറിക് ഏംഗൽസിന്റെയും പുസ്തകങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രേ ഉള്ളൂ. റഹീം എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ അയാൾ ഒരു MP ആയി, അല്ലെങ്കിൽ അയാൾക്ക് ഒരു റീസണബിൾ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണ്ടേ എന്നുള്ളതൊരു റിലവന്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിനേക്കാളും റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ പാർട്ടി ട്രൈ ചെയ്യുന്നത് ഈ സോഷ്യലിസത്തിൽ കൂടി എല്ലാവരെയും ഒരേപോലെ താഴ്ത്തോട്ട് കൊണ്ടുവരാനാണ് എന്നുള്ള ഫാക്ടർ നമ്മൾ മറന്നുപോകരുത്. ഐ ഡോണ്ട് വാണ്ട് ടു മോണോപ്പൊളൈസ് ദിസ് ഡിസ്കഷൻ. എനിക്ക് കുറെ ഫൈൻഡിങ്സ് ഉണ്ട്, ഞാൻ ഇത് വെച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ. ഇത്ര കാര്യം മാത്രം ഓർക്കുക. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതുപോലെ സോഷ്യലിസം ഈസ് ദി ഈക്വൽ ഷെയറിംഗ് ഓഫ് മിസറി. വിൻസ്റ്റൺ ചർച്ചിൽ ട്രംപിനെയൊക്കെ പോലത്തെ ഒരു എലീറ്റ് റിപ്പബ്ലിക്കൻ ആയിരുന്നു, റിപ്പബ്ലിക്കൻ ടൈപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്, കൺസർവേറ്റീവ് ആണ്. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞൊരു സെന്റൻസ് ആണിത്, സോഷ്യലിസം ഈസ് ദി ഈക്വൽ ഷെയറിംഗ് ഓഫ് മിസറി. അപ്പൊ നമ്മളിപ്പോ ലാംഗ്വേജിലുള്ള ഒരു മിസറിയുടെ കാര്യം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ആവേശം കാണുന്നു. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും മാർക്സിസ്റ്റ് ആചാര്യന്മാരും മാർക്സിസ്റ്റ് ഫിലോസഫിയും സോഷ്യലിസവും ഈ മമതാനിയും ഈ കമല ഹാരിസും ഈ നാൻസി പൊളോസിയും ഇവരെല്ലാം ട്രൈ ചെയ്യുന്നത്. ബ്രിങ് ഡൗൺ ദ സ്റ്റാൻഡേർഡ്സ് so that everybody can feel good, equal. നമ്മളീ പറഞ്ഞ ഈ ചർച്ചയ്ക്കകത്ത് ഇപ്പം ഈ ലാംഗ്വേജ്, അതായത് ഇപ്പൊ ഇംഗ്ലീഷുള്ള ഒരു പ്രൊഫഷൻസി അല്ല അത് നമ്മുടെ ഇന്റലക്ച്വലിന്റെ ഭാഗം, അല്ലെങ്കിൽ അറിവിന്റെ ഒരു എന്നാ പറഞ്ഞ ഒരു അളവുകോല് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. കാരണം നമ്മളിവിടെ എല്ലാവരും, നമ്മൾ അമേരിക്കയിൽ വരുമ്പോൾ എനിക്ക് പോലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാം എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഇതിന്റെ അകത്തെ ആ ഒരു പ്രശ്നം നമ്മൾ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, AR റഹീമിന്റെ ആ ഒരു സംസാരം, അത് ഈ ഒരു പ്രസംഗമല്ല, വേറെ പല പാർലമെന്റിലുള്ള പല പ്രസംഗങ്ങളിലും അദ്ദേഹം എഴുതി വായിക്കുന്നതിന്റെ അകത്ത് പോലും പറയാണ്, ഇത്രയും വിദ്യാഭ്യാസം നേടിയ ഒരാള്, അതായത് നമ്മൾ പറയല്ലോ, ഇപ്പൊ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അയാൾ 5ാം ക്ലാസ് വിദ്യാഭ്യാസം 6ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ. അയാള് പൊളിറ്റിക്സിൽ വളരെ അഗ്രഗണ്യനാണ്, നെഗോഷിയേഷനിൽ നല്ല അഗ്രഗണ്യനാണ്. നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കേരളത്തിലെ മന്ത്രിമാർ തമ്മിലോ പാർട്ടി സെക്രട്ടറി ആയിട്ടോ പാർട്ടി പൊളിറ്റിക്സോ ആയിട്ടോ ബന്ധപ്പെട്ടുള്ള നെഗോഷിയേഷൻ ആണ്. അതായത് അമേരിക്കയായിട്ടോ മറ്റൊരു രാജ്യമായിട്ടോ കേരളത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നരേന്ദ്രമോദിയുടെ അടുത്ത് പോയി ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ അദ്ദേഹം ആ മിടുക്ക് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റിയാൽ, അദ്ദേഹത്തിന് കാണിക്കണമെങ്കിൽ അയാളുടെ സെക്രട്ടറിയുടെ കഴിവുണ്ടായിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ അത്രയും മുതിർന്ന ഒരാൾ, നമ്മളിപ്പം അയാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഭാഷാ പരിമിതി ഇതിന്റെ അകത്ത് വലിയ കാര്യമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് നിരവധി സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളുള്ള ഡോക്ടറേറ്റ് ഉള്ള ഒത്തിരി വാഴക്കൊലകൾ നമ്മുടെ
ഈ ഭരണ നേതൃത്വത്തിലുണ്ട്, പല യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിപ്പുണ്ട്. ആ വാഴക്കൊലകളാണ് നമ്മുടെ വിഷയം. അപ്പം എങ്ങനെ വന്നാലും ഒരു പ്രീ ഡിഗ്രി തൊട്ട് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, LLB എത്ര വർഷമാണ് യൂണിവേഴ്സിറ്റി പഠിച്ചത്? അപ്പൊ ആ പഠിക്കുന്നതെല്ലാം ഇംഗ്ലീഷിൽ പഠിച്ചു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അതിന്റെ ആ ഒരു ഗ്രേഡ് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് 3ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആൾക്ക് പോലും ഇവരൊന്നും പഠിച്ചു നേടി ഒരു സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ് തൊട്ട് സർട്ടിഫിക്കറ്റ് പഠിച്ച് നേടിയതെന്നായിരിക്കുമെന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. ആ ഒരു പ്രശ്നമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ജിൻസ് പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. അതായത് ബേസിക്കലി മാർക്സിസ്റ്റ് പാർട്ടി ക്വാളിറ്റിയിലും മെറിറ്റോക്രസിയിലും വിശ്വസിക്കുന്നില്ല. പാർട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടി പാർട്ടി പറയുന്നത് പോലെ കേൾക്കുന്ന ആൾക്കാര് ഡിഗ്രി എല്ലാം കൊടുത്ത്, ചിന്താ ജെറോമിനെ പോലെ ആൾക്കാർക്ക് PhD-യും ഇതുപോലുള്ള ആൾക്കാർക്ക് മന്ത്രിസ്ഥാനവും എല്ലാം കൊടുത്ത് പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളത് ആ പാർട്ടിയുടെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പൊ ആ പാർട്ടിയോട് നമ്മൾ നേരിടേണ്ട രീതി, ആ പാർട്ടിയോട് നമ്മൾ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ പിണറായി വിജയന് കഴിവുണ്ടോ? ഇപ്പൊ എനിക്ക് വളരെ പ്രശസ്തരായ പല പിണറായി വിജയനെയോ മാർക്സിസ്റ്റ് പാർട്ടിയോ യാതൊരു താല്പര്യം ഇല്ലാതിരുന്ന ആൾക്കാർ പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. വിൻസൻ വിചാരിക്കുന്ന പോലെ പിണറായി വിജയൻ ഒരു ലീഡറാണ്. എനിക്ക് വളരെ മോശം എക്സ്പീരിയൻസ് ആ മനുഷ്യനുമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങനെ പറ്റി വേറെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അയാൾ ഒരു ലീഡറാണ്, കഴിവുള്ള ഒരാളാണ്. ഓക്കെ, സമ്മതിച്ചു, കഴിവുള്ള ഒരാളായിരിക്കാം, കാര്യങ്ങൾ ചെയ്യുന്നതിൽ എഫിഷ്യന്റ് ആയിരിക്കാം, അത് ഗുണ്ടായിസ്തി കൂടെ ആണെങ്കിലും. ഞാൻ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ബേസിക്കലി ജിൻസ്മോൻ അറിയാം ട്രംപിന്റെ എല്ലാ ക്വാളിറ്റീസും. ഇപ്പൊ അതുപോലെ പല ക്വാളിറ്റീസ് കാണിക്കുന്ന ഇപ്പൊ PC ജോർജിനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ എന്ന് കംപ്ലീറ്റ് അവരുടെ കഴിവുകളെല്ലാം തീർത്തും അവരുടെ ഗുണ്ടായിസമായിട്ട് എഴുതി തള്ളാൻ എനിക്ക് പറ്റില്ല. ബിക്കോസ് ചില കഴിവുകൾ, അഗ്രസീവ്നെസ് ഒക്കെ ഒരു കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ഈ പാർട്ടിയെ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ, നമ്മുടെ മലയാളി കേരള സൊസൈറ്റിയുടെ ക്വാളിറ്റി അടിക്കടി താഴോട്ട് കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ KM മാണിയെ പോലെയുള്ള ആൾക്കാരും AK ആന്റണിയെ പോലെയുള്ള ആൾക്കാരും, ഇപ്പൊ KM ആന്റണിയുടെ മകൻ ജോസ് K മാണിയും നടക്കുന്നത്, അതിനകത്താണ് ഇതിനകത്ത് വൈരുദ്ധ്യമുള്ളത്. ഇപ്പൊ ഞാൻ എന്നോട് ഈ പിണറായി വിജയൻ വളരെ മിടുക്കനാന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ പിണറായി വിജയനെ നമ്മൾ വലുതാക്കാൻ പാടില്ല. ബിക്കോസ് ഇത് മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റിനെ താഴ്ത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടിയാണ്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അഭ്യുന്നതിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടി അല്ല. എല്ലാവരെയും ഈക്വലി താഴ്ത്തു കൊണ്ടുവരിക. നമ്മുടെ ആൾക്കാർ മനസ്സിലാകട്ടെ. ആ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ. ഓക്കെ, പറ്റീഷ പറഞ്ഞു നമുക്ക് ഈ ചർച്ച ഇന്നത്തെ അതെ, ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് ഈസ് എ ടൂൾ നോട്ട് മെഷർ ടു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു ലീഡർ, ഇപ്പോ വിൻസി ചേട്ടൻ പറഞ്ഞതുപോലെ ലീഡറിനെ നമുക്കൊരു ലീഡർഷിപ്പിനെ ഒന്നും തന്നെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ആക്സെന്റ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് എഫിഷ്യൻസി കൊണ്ടോ അങ്ങനെയൊന്നും നമുക്ക് ഒരാളെ നമുക്ക് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനോ നമുക്കൊന്നും പറ്റത്തില്ല എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ മാറ്റേഴ്സ് തന്നെയാണ്. അതായത് കണ്ടന്റ് മാറ്റേഴ്സ് മോർ എന്ന് വന്നാലും കമ്മ്യൂണിക്കേഷൻ മാറ്റേഴ്സ് തന്നെയാണ്. ഇതിന്റെയൊക്കെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ പറയാ, ഒരു ലീഡേഴ്സ് ആക്സെന്റ് ടെൽസ് വേർ ദേ കം ഫ്രം നോട്ട് വേർ ദേ ക്യാൻ ലീഡ്. അപ്പൊ അദ്ദേഹം എവിടുന്നാ വരുന്നതെന്നുള്ളത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ലാംഗ്വേജിൽ നിന്നാണ്, അദ്ദേഹം സംസാരിക്കുന്നതിൽ നിന്നാണ്. അപ്പോ അദ്ദേഹത്തിന് മലയാളത്തിൽ സംസാരിക്കാമായിരുന്നു. ഒരിക്കലും ഞാൻ റഹീമിനെ കുറ്റം പറയുന്നില്ല. നമ്മൾ റഹീമിനെ കുറ്റം പറയാനൊന്നും നമ്മൾ ആരുന്നില്ല. അദ്ദേഹം MP ആണ്, അദ്ദേഹം ഇത്രയും നാൾ പൊളിറ്റിക്സിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ അതിൽ അത്രയ്ക്കൊന്നും വളർന്നിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ ഞാൻ പറയാണ്, നമ്മള് എന്താ പറയാ, നമ്മൾ എന്നാലും നമ്മൾ പറയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മനസ്സിലുണ്ടായ ഒരു കാര്യമാണ്. നമ്മളുടെ അവിടെ കുറെ അധികം കാര്യങ്ങൾ ഈ പാർട്ടി, ഇപ്പൊ ഇത്രയും പാർട്ടിയെ കുറിച്ചും മാർക്സിസത്തെ കുറിച്ചും അവരുടെ ഇതൊക്കെ കുറെ പറഞ്ഞല്ലോ. അവിടെ കുറെ അധികം കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു 2 മാസത്തോളമായിട്ട് ഇങ്ങനെ അലയടിച്ചുകൊണ്ട് നടക്കുകയാണ്. എവിടെ പോയാലും എവിടെ തിരിഞ്ഞാലും ഏത് കൊച്ചുകുട്ടികൾ എടുത്താലും ഏത് വലിയ ആൾക്കാരെടുത്താലും എവിടെ പോയാലും അത് തന്നെയാണ്. സോ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അത് ഒന്ന് അടങ്ങിയിട്ട് ഇതൊരു ബലിയാടായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊരു പെട്ടെന്നൊരു സ്റ്റോപ്പ് വന്നിട്ട് ഇതാണ് ഇപ്പൊ പൊങ്ങി നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഈ കുറച്ചു നേരത്തെ ജിൻസ് പറഞ്ഞതുപോലെ വളരെ അഗ്രഗണ്യനായ തന്ത്രശാലിയായ ഒരു ലീഡറാണ് നമ്മുടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞതുപോലെ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു തട്ടിക്കൂട്ട് പരിപാടിക്ക് റഹീം നിന്നുകൊണ്ട്
അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവാം. പക്ഷെ ഞാൻ അല്ല, ഇല്ല, ഞാനതാ ഇല്ല, ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇല്ല, ആ ഒരു ഞാൻ സാധ്യതയില്ല. പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ മുൻ പ്രസംഗങ്ങളൊക്കെ ഇതിലും അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ ഞാൻ ആയിക്കോട്ടെ, പറയുന്ന ആയിക്കോട്ടെ പോയിന്റ് അതല്ല. എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഞാൻ പറയുന്ന അടുത്തൊരു ഇലക്ഷൻ നമ്മൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് തന്നെ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും കേൾക്കാൻ പറ്റുന്ന ഒരൊറ്റ സാധനം അത് തന്നെയായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോഴും ആ ലാംഗ്വേജിനെ പറ്റി തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എഗെയിൻ അവരുണ്ടാക്കി വെച്ച അവര് ഇത് അവരുടെ ഒരു അജണ്ട എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നില്ല? പറയുന്നത്. അജണ്ടയായിട്ട് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു ആരും ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞു സംസാരിക്കുന്നില്ല? തീർത്തോട്ടെ, ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി doesn't want the quality of the human being to go up. Marxist party want to bring mediocrity to the level of the high level, so that there is no real high level exist. That is the Marxist system. That is the Marxist party. That's the Marxist manifesto. അത് നമ്മൾ വളരെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ at least people will realize this party has to die at some point. കാരണം എപ്പോഴും കേരള സൊസൈറ്റിക്ക് റഹീം അവിടെ വരാറുണ്ട്, രക്ഷപ്പെടുത്താനായിട്ട് കുന്തത്തിൽ വരാറുണ്ട്. സോ അത് എന്താണേലും നമുക്ക് വന്നതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. അത് ഈ പാർട്ടിയിൽ വിവരമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശംസിക്കാം. ആ പാർട്ടിയിലെ വിവരമുള്ള ആരും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് അവരുടെ ലക്ഷ്യമാണ്. നന്ദി, നമസ്കാരം. താഴോട്ട് കൊണ്ടുവരിക. നമസ്കാരം.